പഠിപ്പിക്കാമായിരുന്നെങ്കിൽ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടായത് എന്തുകൊണ്ടാ? വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണം പിതൃയജ്ഞം എന്ന് ഋഷി പറഞ്ഞതിനെ നാം തള്ളി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക. വീട്ടിൽ വാർദ്ധക്യം വന്നുള്ളവരുണ്ടെങ്കിൽ അവരെ പരിപാലിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരെ പരിചരിക്കുവാൻ സ്വയം ചെയ്യുക, മക്കളെ ശീലിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മക്കളോട്, വൃദ്ധജനങ്ങൾക്ക്, വൃദ്ധന്മാർക്ക് മാതാപിതാക്കളോട്, അതുപോലെ തിരിച്ചും മക്കൾക്ക് അപ്പൂപ്പനോടും അമ്മമ്മയോടും ഒക്കെ സ്നേഹവും ആദരവും ഉണ്ടാകും. അതല്ലാതെ മറ്റൊരു തരത്തിലും ചെയ്യുക സാധ്യമല്ല. ആ സംസ്കാരം നേടുവാൻ നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചെയ്യണമെങ്കിൽ വൃദ്ധരെ ആരാധിക്കുന്ന, വൃദ്ധരെ പരിചരിക്കുന്നത് എന്തിനു വേണ്ടി? യജ്ഞമാണ് ചെയ്യുന്നത് എന്ന ധാരണയിൽ നിത്യേന വീട്ടിലെ വൃദ്ധജനങ്ങളെ പരിപാലിക്കുവാൻ, അവരെ പരിചരിക്കുവാനുള്ള ശീലം നാം സ്വയം ചെയ്യുകയും അത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കണം. അപ്പൂപ്പന്റെ പാത്രം കഴുകാൻ കൊച്ചുമക്കളോട് പറ, അപ്പൂപ്പനെ കിടന്നു വിരിച്ചു കൊടുക്കാൻ കൊച്ചുമക്കളോട് പറ. നമ്മളും കൂടെ പോയി നിന്ന് അപ്പൂപ്പനെ, കിടക്കയിൽ കിടക്കുന്ന അമ്മൂമ്മയെ കുളിപ്പിക്കുമ്പോൾ നമ്മളും പോയി നിന്നിട്ട് കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്ക്. അവർ സ്വയം ചെയ്യട്ടെ. വൃത്തികേടാണ്, നാറ്റം വരുമ്പോൾ അത് അസഹ്യമാണ് എന്ന് കുഞ്ഞു പറഞ്ഞു മാറി നിൽക്കാതിരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ വൃദ്ധരായി മലമൂത്രത്തിൽ കിടന്നുരുളേണ്ട ഒരു ഗതികേട് വന്നാൽ മക്കൾ സ്വയം മാറി നിൽക്കും. അവർക്കിത് ശുദ്ധമാക്കാൻ മനസ്സ് വരാതെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. വൃദ്ധയായ അമ്മയെ ആശുപത്രിയിലിട്ടിട്ട് ആ മലമൂത്രത്തിൽ കിടക്കുമ്പോൾ മകൾ TV കണ്ടുകൊണ്ട് 10, 45, 50 വയസ്സുള്ള കോടീശ്വരിയായ മകൾ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. പറഞ്ഞറിയാം എനിക്ക്. ആ അമ്മയെ നോക്കാൻ മറ്റൊരു ബന്ധു വന്നിരുന്നത്. രാത്രിയിൽ അവർ മരിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു അമ്മ മരിച്ചു എന്ന്. ആ ബന്ധുവിനോട് ഇവൾ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഈ പാതിരാത്രിക്ക ഏതായാലും ഒരു ചത്തില്ലേ, അതിപ്പോ പറയണമെന്നുണ്ടായിരുന്നോ? ഈ പാതിരാത്രി വിളിച്ചെഴുന്നേൽപ്പിച്ച്. ഇതൊന്നും കഥയല്ല ഞാൻ പറഞ്ഞത്. ഈ സഞ്ചാരത്തിനിടയിൽ അനേകം അനുഭവങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ആ ഗതികേട് ഇവിടെ ഇരിക്കുന്ന പഴുക്കാത്ത പ്ലാവിലേക്കും പഴുത്ത പ്ലാവിലേക്കും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. വൃദ്ധജനങ്ങളെ അവരുടെ മലമൂത്ര വിസർജ്യം എടുക്കാൻ പോലും ശീലിപ്പിക്കണം. സ്വയം അത് ചെയ്യുമ്പോൾ അറപ്പ് മാറും. അമ്മയ്ക്കെന്ത് അറപ്പ് തോന്നാത്തത്? കുഞ്ഞിന്റെ മലമൂത്രം മാറ്റാൻ ആ അമ്മയ്ക്ക് തോന്നാത്തത് എന്താ? അത് തോന്നാത്തതിന്റെ കാരണം അത് സ്വന്തമാണെന്ന് തോന്നുന്നത് കൊണ്ടാ. അതുകൊണ്ട് പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യേന തർപ്പണം ചെയ്യണം, പോരാ വൃദ്ധജനങ്ങളെ പരിപാലിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ പരിപാലിക്കുമ്പോൾ വൃദ്ധന്മാർക്കും ചില ജോലികളൊക്കെ ഉണ്ട്, വാർദ്ധക്യത്തിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. താക്കോൽ ആരുടെ കയ്യിലാ? കൊച്ചുമക്കളായ കാരണവന്മാരുടെ, അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. താക്കോലാരുടെ കയ്യിലാ വീട്ടിലെ അധികാരം ആരുടെ കയ്യിലായിപ്പോഴും. കൊച്ചുമക്കളായാൽ അധികാരം ഉപേക്ഷിക്കണം എന്നാണ് പൂർവികന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സന്യാസം, നിങ്ങൾ കാവ്യ കൊടുത്ത് എവിടെയും പോകണ്ട, മനസ്സ് സന്യസിക്കണം, അധികാരം കൊച്ചുമക്കൾക്ക് കൊടുക്കുക. ആരോഗ്യമുണ്ടല്ലോ, സാമൂഹിക പ്രവർത്തനം ചെയ്യ്, ഏതെങ്കിലും നല്ല കാര്യം ചെയ്യ് സമൂഹത്തിന് വേണ്ടി. അല്ലാതെ അധികാരത്തിന്റെ താക്കോൽ ഇപ്പോഴും മനുഷ്യയിലേക്ക് തിരികെ മക്കൾ ജനിച്ച സ്വന്തം മകളോടോ മകനോടോ അധികാരം നടത്താൻ പോയാൽ അവർ തിരിച്ചു ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് കുടുംബകലഹം. ഗതികെട്ടാൽ വൃദ്ധസദനത്തിൽ കൊണ്ട തള്ളും. അത് ഉത്തരവാദിത്വം നിങ്ങളും കൂടിയാ നമ്മളും കൂടിയാ. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ കൊച്ചുമക്കൾ ഉണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് സന്യാസം സ്വീകരിക്കണം. അതിനുമപ്പുറം നമ്മൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോകണ്ട. മനസ്സുകൊണ്ട് സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കുക, മനസ്സുകൊണ്ട് അധികാരം ഉപേക്ഷിക്കുക. ഇത്രയൊക്കെ ആയില്ലേ? അവർ പറയുന്നിടത്ത് കിടക്കുക, അവർ തരുന്ന ആഹാരം കഴിച്ച്. കാരണം മക്കൾ പറയാറില്ലേ, കിട്ടുന്നതും കഴിച്ചാൽ നമ്മൾക്ക് ഇരുണ്ടുകൂടി കിടന്നാൽ പോരെ. ആ മതി എന്ന എന്റെയോ അഭിപ്രായം. അവിടെ നമ്മൾ വഴക്ക് പിടിക്കാൻ പോകരുത്. നമ്മൾ സ്വയം പിൻവാങ്ങണം. ഏതിൽ നിന്ന്? ആഗ്രഹങ്ങളിൽ നിന്ന്, ഭോഗത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്. അങ്ങനെ മാറാൻ കാരണവന്മാരും ശീലിക്കണം, കാരണവന്മാരായിക്കൊണ്ടിരിക്കുന്നവരും ശീലിക്കണം. ഒപ്പം മക്കളും മക്കളുടെ മക്കളും ആ കാരണവന്മാരെ പരിചരിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ ശീലിക്കുകയും ചെയ്യുമ്പോഴാണ് പിതൃയജ്ഞം എന്നുള്ളത് ഉണ്ടാവേണ്ടത്. അതില്ലാതെ പോകുമ്പോൾ മക്കൾ മക്കളെ പോലെ ആയി ജീവിക്കുകയില്ല, പെരുമാറുകയില്ല. ഒരു ദിവസം ഒരച്ഛൻ വാർദ്ധക്യത്തിൽ ചാരുകസേനയിൽ
കിടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മകൻ പത്രം വായിക്കുന്നു. അവൻ എന്താ ഉറക്ക വായിച്ചപ്പോ കുറച്ചു കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, എടാ നീ മുമ്പേ വായിച്ച വാർത്ത എന്തായിരുന്നു? അവൻ ഒന്നുകൂടി വായിച്ചു. അച്ഛൻ കുറച്ചു നേരവും മറവിയൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, എടാ നീ മുമ്പ് വായിച്ച വാർത്ത എന്തായിരുന്നു? അവൻ ഒന്നുകൂടി ഈർഷ്യയോട്, അത് മുമ്പ് പറഞ്ഞില്ലേ, വീണ്ടും ഒന്നുകൂടി വായിച്ചു. മൂന്നാമതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, എടാ നീ മുമ്പ് പറഞ്ഞു എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ കലിപ്പുണ്ട മകൻ പത്രം ചുരുട്ടി വലിച്ചെറിഞ്ഞ് കാരണം അവിടെ ഇതിനും കൂടെ മര്യാദയ്ക്ക് എന്ന് ചോദിച്ച് രക്ഷപ്പെട്ടപ്പോൾ അല്പനേരം മൗനിയായ അച്ഛൻ, മോനെ നീ എന്റെ മുറിയിൽ പോയിട്ട് ആ കട്ടിലിന്റെ മുകളിലെ ഭിത്തിയിലമാരിയിൽ ഒരു പഴയ ഡയറി ഇരിക്കുന്നുണ്ട്, അത് എടുത്തു കൊണ്ടുവരാമോ എന്ന് ദയനീയമായിട്ട് ചോദിച്ചപ്പോ പെട്ടെന്ന് ദേഷ്യം തണുത്ത മകൻ അത് എടുത്തു കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു, അതിലെ ഇത്രാമത്തെ മാസം, ഇന്ന മാസത്തിലെ ഇത്രാമത്തെ തീയതി നീ ഒന്ന് എടുക്കുക. അതെടുത്തു, എന്നിട്ട് നീ അതൊന്ന് ഉറക്കെ വായിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു. അത് വായിച്ചപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ദിവസം. എന്റെ മകൻ ഇന്ന് എന്നോട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷിയെ ചൂണ്ടി, അച്ഛ ആ പക്ഷിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു കാക്കയെന്ന്. അല്പം കഴിഞ്ഞ് അവൻ അവിടെ ഇവിടെ തിരിഞ്ഞ് വീണ്ടും വന്ന് ചോദിച്ചു. അങ്ങനെ അവൻ 25 തവണ എന്നോട് ആ ചോദ്യം ചോദിച്ചു. എനിക്ക് ഇത്രയും ആഹ്ലാദം നിറഞ്ഞ ഒരു ദിനമില്ല, എന്തൊരാഹ്ലാദം എന്ന് ചോദിച്ച അത് ഉറക്കെ വായിച്ച മകൻ അറിയാതെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. 25 തവണ ചോദിച്ചപ്പോൾ അച്ഛൻ ആഹ്ലാദമുണ്ടായ അതേ ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിൽ കാലുഷ്യമായി കലഹമായി അച്ഛനോടുള്ള ദേഷ്യമായി പരിണമിച്ച മകന്റെ മനസ്സിലുണ്ടാവുന്ന പരിണാമം. നമുക്ക് മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണവന്മാർ ഈ അധികാരം വിട്ടൊഴിയാതെ അപ്പുറത്തേക്ക് കടന്നു പോയാൽ പിന്നെ അവർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ അവസ്ഥയിൽ അവർ പലതും ചോദിക്കും, അവർ ദേഷ്യപ്പെടും, അവർ കലഹിക്കും, അവർ പലതും ചിന്ത പറഞ്ഞു എന്ന് വരും. സഹിക്കുക. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധിയുടെ മേലെ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെടാത്തൊരു ബുദ്ധി നമുക്കുണ്ടാവേണ്ടേ? ആ ഉണ്ടാകുവാൻ മക്കൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. അച്ഛനമ്മമാർ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. ആ ശീലം വീണ്ടും വണ്ണം ഉണ്ടാകുന്നതിനെയാ ഞാൻ പറഞ്ഞത് പിതൃയജ്ഞം എന്ന പഞ്ചമഹായജ്ഞത്തിലെ ആ യജ്ഞം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ? അത്തരം ശീലങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ, ബോധത്തിൽ നിന്ന് ഈ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പിതൃയജ്ഞം എന്നുള്ളത് സംസ്കാരമായി പരിണമിക്കും. അത് നിത്യേന ശീലിപ്പിക്കുക. കാരണവന്മാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നിത്യേന ശീലിപ്പിക്കുക. മനുഷ്യൻ നിലനിൽക്കുമ്പോൾ ഒന്നുകൂടെയുണ്ട്. കേവലം നമ്മൾ ഈ കാണുന്ന ചെടികളും മരങ്ങളും പുഴകളും മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിനാധാരം. പിന്നെയോ നമ്മൾ കാണാത്ത ചെറു കീടങ്ങളുണ്ട്, ചെറു പ്രാണികളുണ്ട്, അനേകം ജീവജാലങ്ങളുണ്ട്. അവ നിലനിൽക്കണം. അവ കൂടി നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. അറിയുമോ? അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ജീവജാലങ്ങളെ പരിപാലിക്കണം, സംരക്ഷിക്കണം. കാരണവന്മാര് പറഞ്ഞു തന്നു ഭൂതയജ്ഞം എന്നൊരു മഹാസന്ദേശം. നമ്മൾ ആഹാരം കഴിക്കുമ്പോ മക്കൾക്ക്, ഞാനതിപ്പോ ശീലിക്കാൻ ശ്രമിക്കുക, പലപ്പോഴും മറന്നുപോകും. കാരണം പണ്ട് കഴിച്ചില്ല, അത് അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് എവിടുന്നോ കേട്ടറിഞ്ഞപ്പോൾ ശീലിക്കാൻ ശ്രമിക്കുന്നു. ആഹാരം കഴിക്കാൻ എടുക്കുമ്പോൾ മറന്നു പോകുന്നു. കുറ്റം എന്റേതല്ല, പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഇതാണ്: ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ച ആഹാരം എന്തുമാവട്ടെ, അതിലൊരൽപ്പം ഒരു പിടി മാറ്റിവെക്കുക. അമ്മയും അച്ഛനും മക്കളും ഒക്കെ ആ കുട്ടികളെ ശീലിപ്പിക്കുക. എന്തിന്? ആ ഭക്ഷണ പദാർത്ഥം ഭക്ഷണത്തിന് ശേഷം പൂജാരി അമ്പലത്തിൽ പൂജ ചെയ്യുന്നത്, നേദ്യം കഴിക്കുന്നത് എങ്ങനെയോ അതേ ഭക്തിയോടെ ആ ഭക്ഷണ പദാർത്ഥം പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. ഏതെങ്കിലും ഉറുമ്പോ കൃമികീടങ്ങളോ കഴിച്ചുകൊള്ളും. ആ പ്രാണികളെ രക്ഷിക്കുവാൻ ഉറുമ്പിനെ കൂട്ടുന്ന സംസ്കാരം ഉണ്ടായിരുന്നില്ലേ? പ്രാണികളെ കാരണവന്മാർക്ക് ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ആ ബലിച്ചോറ് വെച്ചിട്ട് കൈയടിച്ച് വിളിക്കുന്നത് ഏത് ജീവിയെയാണ്? കാക്കയെയാണ്. എന്തേ നമ്മൾ പ്രാവിനെ വിളിച്ചില്ല? എന്തേ നമ്മൾ മറ്റു ജീവികളെ വിളിച്ചില്ല? ആർക്കും വേണ്ടാത്ത, ആർക്കും ഇഷ്ടമില്ലാത്ത കാക്കയെ പോലും ഊട്ടാൻ കാരണവന്മാരുണ്ടാക്കി വെച്ച മഹാ ആശ്ചര്യകരമായ അനുഷ്ഠാനം. കാക്കയെ ഊട്ടാൻ, ഓണത്തിന് ഉറുമ്പിനെ ഊട്ടാൻ, ഓണത്തിന് ആടിനെയും പശുവിനെയും ഊട്ടാനുള്ള അനുഷ്ഠാനങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. അമ്പലങ്ങളിൽ യജ്ഞങ്ങൾ നടത്തുമ്പോൾ പുതിയ പുതിയ വഴിപാടുകളല്ല ഉണ്ടായി വരേണ്ടത്. ഈ അനുഷ്ഠാനം നിത്യജീവിതത്തിൽ ഈ സമൂഹത്തെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ, ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അത് ശീലിപ്പിക്കാൻ കഴിയുമോ? നമ്മളും നമ്മുടെ മക്കളും ഇന്നു മുതൽ നിത്യേന ശീലിക്കുക. ഒരൽപ്പം ആഹാരം എടുത്ത് മക്കൾക്ക്, പ്രാണികൾക്ക് കൊടുക്കുവാൻ ശീലിപ്പിക്കുക. അതിന്റെ പേരാണ് ഭൂതയജ്ഞം എന്നുള്ളത്. മറ്റൊന്ന്
ഒന്ന് അതിഥി യജ്ഞം എന്നാണ്. അതിഥികളിൽ നിന്ന് വീട്ടിൽ വരാറില്ല, പക്ഷെ നിത്യം ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിഥി വേണ്ട. വാർദ്ധക്യം തികഞ്ഞ അനാഥരുണ്ട് നമ്മുടെ നാട്ടിൽ, മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിനും. അവരെ സഹായിക്കുവാൻ, അവരെ പരിപാലിക്കുവാനുള്ള ശീലം അനാഥ സംരക്ഷണമാക്കി ഈ നമുക്ക് ശീലം മാറ്റാൻ പറ്റുമോ? ഏത്? അതിഥിയജ്ഞം അഥവാ മനുഷ്യയജ്ഞം. നിത്യേന ഏതെങ്കിലും ഒരു പാപത്തിന് ഒരു പിടി മറ്റു കൊടുക്കാൻ മക്കളെ പഠിപ്പിക്കുക. അത്തരം ശീലങ്ങൾ ആണ് 4 യജ്ഞങ്ങൾ ചെയ്താൽ ആ മനുഷ്യൻ നിത്യേന മനുഷ്യനായി ജീവിക്കാം. പക്ഷെ പഞ്ചമഹായജ്ഞം എന്ന പേര്, 5ാമത്തത് ഞാൻ പറഞ്ഞില്ല, അത് ആദ്യത്തേതാണ്. ബ്രഹ്മയജ്ഞം എന്നാണ് അതിന്റെ പേര്. അതായത് ഇത്തരം ആചരണങ്ങളെ, ഇത്തരം അനുഷ്ഠാനങ്ങളെ, ഇത്തരം സംസ്കാരങ്ങളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ ശീലിപ്പിക്കാതെ പോയത് കൊണ്ടാണ് ഈ മക്കൾ വഴിപിഴച്ചു പോകുന്നതെങ്കിൽ, ഈ സമൂഹം സംസ്കാരശൂന്യമാകുന്നതെങ്കിൽ ആ സംസ്കാരം നാളെ ഇല്ലാതെയാവും. സനാതന ധർമ്മം നശിച്ചു പോകും. അങ്ങനെ പോയാൽ ഭാരതം മരിക്കും. അരവിന്ദ മഹർഷി 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സനാതന ധർമ്മം തന്നെയാണ് ഭാരതത്തിന്റെ ദേശീയത. അതില്ലാതെയായാൽ ഭാരതം മരിക്കും. ഈ രാജ്യത്തെ നിലനിർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈ സംസ്കാരമാണ്. സംസ്കാരത്തിന്റെ അടിസ്ഥാനം ധർമ്മമാണ്. ധർമ്മത്തിന്റെ ആശയം ആധ്യാത്മികതയിൽ നിന്നാണ്. എങ്കിൽ ഈ സനാതന ധർമ്മത്തെ കുറിച്ചുള്ള അറിവ് നൽകാതിരിക്കാൻ ഇന്ന് സർവകലാശാലകൾ ശ്രമിക്കുന്നു, അധ്യാപകർ ശ്രമിക്കുന്നു. നമുക്ക് ക്ഷേത്രങ്ങളിലൂടെ, യജ്ഞങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ സനാതന ധർമ്മത്തെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകാൻ കഴിയുമോ? അറിവില്ലായ്മയാണ് അധപ്പതനം. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാ? സർവകലാശാല വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? ആത്മഹത്യ ചെയ്തത് അപകർഷബോധം കൊണ്ട്. നീ നീചനാണ്, നീ കൊള്ളരുതാത്തവനാണ്, നീ അപപ്പതിച്ചവനാണ്, നീ ദാനരാധിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരനെ പ്രകോപിപ്പിച്ചു. നാണം കൊണ്ട്, അപമാനം കൊണ്ട് സഹിക്കവയ്യാതെ അവസാനം അവൻ ആത്മഹത്യ ചെയ്തു. എങ്കിൽ ആരാണ് ഉത്തരവാദി രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക്? അറിവ് നിഷേധിച്ചവൻ, അപകർഷബോധം നൽകിയവനാണ് ആത്മഹത്യ ചെയ്തവന്റെ ശത്രു. എങ്കിൽ പകരം ചെയ്യേണ്ടത് എന്താണ്? ആത്മവിശ്വാസം നൽകണം. ആത്മവിശ്വാസം എന്തിൽ നിന്നാ കിട്ടുന്നത്? അറിവിൽ നിന്ന്. ആ അറിവ് നിത്യേന ആർജിക്കണം. അതിന്റെ പേരാ ബ്രഹ്മയജ്ഞം എന്നുള്ളത്. നിത്യേന നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ ദർശനത്തെ കുറിച്ചുള്ള അറിവ് നേടുന്ന ഒരു പ്രയത്നം നിത്യേന. അതിനെന്ത് ചെയ്യണം? അല്പം ഒരു ശ്ലോകമെങ്കിലും, ഒരു വരിയെങ്കിലും ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ഉപനിഷത്ത് എന്തെങ്കിലും ഒന്നും നമ്മൾ സ്വയം ചൊല്ലുക. കേവലം പുരാണ പുസ്തകങ്ങൾ മാത്രമല്ല, അതാണെങ്കിൽ അതിനുള്ളിലെ അനുഷ്ഠാനങ്ങൾ സ്വയം കണ്ടെത്ത്. നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ആശയം ആർജിക്കുവാനുള്ള പ്രയത്നം നിത്യേന ചെയ്യുക. പൂജാമുറിയിൽ വച്ചിരിക്കുന്ന ഭഗവത്ഗീത ഗ്രന്ഥമെടുത്ത് നിങ്ങളുടെ മക്കളുടെ പാഠപുസ്തകത്തിന്റെ മേലെ വെച്ചു കൊടുക്കാൻ കഴിയുമോ? വിദ്യാഭ്യാസത്തിന് വേണ്ട പാഠങ്ങളൊക്കെ പഠിച്ച് കിടക്കുന്നതിന് മുൻപോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്പമാത്രമെങ്കിലും നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ ധാർമ്മികമായ മഹത്വത്തെ കുറിച്ച് അല്പമെങ്കിലും അറിയുന്ന ഒരു വരിയെങ്കിലും പഠിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ? നിത്യേന. അതിനെയാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞങ്ങളിലൂടെ ഇങ്ങനെ അനേകമുണ്ട്. അത്തരം മഹത്തായ ഈ സംസ്കാരമാണ് നമ്മുടെ ദേശീയത എന്ന് പറയുന്നത്. ആ ദേശീയതയെ തകർക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണോ ദുർഗയെ ആരാധിക്കുന്നു കോടിക്കണക്കിന് ഭാരതീയർ, നമ്മുടെ സർവകലാശാലകളിൽ നടത്തുന്ന ഒരാഘോഷം ഏതാണെന്നറിയുമോ? മഹിഷാസുര രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞാൽ ദുർഗയാൽ വധിക്കപ്പെട്ടതാണ് മഹിഷാസുരൻ. മഹിഷാസുരനെ കൊന്നത് നമ്മളോടുള്ള വിരോധം കൊണ്ടാണെന്ന് പഠിപ്പിച്ച് മഹിഷാസുര രക്തസാക്ഷി ദിനം സർവകലാശാലയിൽ നടത്തുന്നു. ദുർഗ ആരാ? ദുർഗാപൂജയല്ല.
ദുർഗാപൂജ നടത്തുമ്പോൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മഹിഷാസുര രക്തസാക്ഷി ദിനം. നിങ്ങൾ പശുവിനെ ആരാധിച്ചാൽ ഞങ്ങൾ ആ സർവകലാശാലയിൽ എരുമയെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ വാമനനെ അവതാരമായി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ മഹാബലിയെ പാടിപ്പുകഴ്ത്തും. അതായത് നിങ്ങൾ എന്തിനെയൊക്കെയാണോ ആരാധിക്കുന്നത് അതിനൊക്കെ എതിരായ ആഘോഷങ്ങൾ, അതിനൊക്കെ എതിരായ ആചാരങ്ങൾ, അത്തരം ആചാരങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളോടുള്ള ആരാധന നഷ്ടപ്പെടുത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, പറയുവാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്, നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? വാക്കിലൂടെയല്ല, പ്രസംഗത്തിലൂടെയല്ല, ദൈനംദിനമുള്ള ആചരണത്തിലൂടെ, ആ അനുഷ്ഠാനങ്ങളിലൂടെ. അനേകം അനുഷ്ഠാനങ്ങളാണ്, ജീവിത ആദർശങ്ങളാണ് ശൈശവത്തിലെ പഠിപ്പിച്ച് ഭൂമിക്കും ലോകത്തിനും സമൂഹത്തിനും ജീവജാലങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമായ സ്വന്തം ജീവിതം നയിക്കാനുള്ള ശീലങ്ങൾ മനുഷ്യനായി പോരാ ഈശ്വരനായി വളരാൻ കഴിയുന്ന തലത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ വളർത്താൻ കഴിഞ്ഞാൽ സനാതന ധർമ്മം എല്ലാ കാലവും നിലനിൽക്കുക തന്നെ ചെയ്യും. ഭാരതീയനാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. നമ്മൾ ആനിമിസ്റ്റുകളല്ല, മൃഗങ്ങളെ ആരാധിക്കുന്നവരെന്ന് നമ്മളെ ആക്ഷേപിച്ചല്ലേ. പ്രാഗൻ റിലിജിയൻ, നമ്മൾ പ്രകൃതിയെ പൂജിക്കുന്ന വിഡ്ഢികളെന്ന് നമ്മളെ ആക്ഷേപിച്ചില്ലേ. ആ ആക്ഷേപിച്ച് അപകർഷബോധമുള്ളവരായി മാറാൻ പാടില്ല. അഭിമാനബോധം ഉണ്ടാവണം. അഭിമാനബോധം. ലോകത്തിലെ മഹാപണ്ഡിതന്മാർ എത്രയോ കാര്യങ്ങൾ ഭാരതത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ 60 കൊല്ലം മുൻപ് വരെ ജീവിച്ചിരുന്ന ഒരു സായിപ്പ് എഴുതിയ പുസ്തകത്തിന്റെ പേര് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നാണ്. ലോകത്തിൽ ഇന്നോളമുണ്ടായ 28 മഹാസംസ്കാരങ്ങളുടെ ചരിത്രം, അതിൽ 27 ഒടുങ്ങിപ്പോയിരിക്കുന്നു. ശേഷിക്കുന്നത് ഒന്നേ ഒന്ന്, അത് ഭാരതം, സനാതന ധർമ്മം, ആധ്യാത്മിക ദർശനം. നമുക്ക് അഭിമാനം തോന്നേണ്ടതല്ലേ? എന്തേ നമുക്ക് അഭിമാനം തോന്നാത്തത്? മറ്റൊരു സായിപ്പ് എഴുതിയ പുസ്തകം ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന A.L. ഭാഷം എന്ന സായിപ്പ് എഴുതിയ പുസ്തകം അവർക്ക് അത്ഭുതമാണ്. ഭാരതം എന്ത് ജീവിക്കുന്നു? അനേകായിരം വർഷങ്ങളായി നിലനിൽക്കുന്ന ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങൾക്കും മുന്നേ ജനിച്ച സംസ്കാരം ഭാരതം. ലോകത്തിലെ എല്ലാ ജനതയ്ക്കും മുന്നേ ഉണ്ടായ ജനത, ഹൈന്ദവ ജനത, ഭാരതീയ ജനത. ആ സംസ്കാരം മുഴുവൻ ഒടുങ്ങിപ്പോയിട്ടും ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ ഇല്ലാതെയായിട്ടും നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്തുകൊണ്ടാ? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഒരു കാലത്ത് റോമൻ കഴുകൻ വട്ടമിട്ട് പറന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആഗ്രഹിക്കാൻ കൊള്ളാവുന്ന എല്ലാത്തിന്റെയും മേലെ റോമൻ കഴുകൻ വട്ടമിട്ട് പറന്നിരുന്ന ഒരു കാലം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഗ്രീക്ക് സൈന്യത്തിന്റെ കുതിരക്കുളമ്പടി കെട്ട് ഞടുങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഗ്രീസ് ഇന്ന് ഇവിടെ പോയി, ആ റോമ സാമ്രാജ്യം ഇന്ന് ഇവിടെ പോയി, സീസറുടെ പ്ലേറ്റോയുടെ നാടുകൾ ഇന്ന് എവിടെ പോയി, അരിസ്റ്റോട്ടലിന്റെയും അലക്സാണ്ടറുടെയും രാജ്യം ഇന്ന് എവിടെ പോയി? വിവേകാനന്ദൻ ചോദിച്ചത്, സീസർ ചക്രവർത്തിമാർ അധികാരം നടത്തുന്ന ഇടങ്ങളിൽ ചിലന്തി വലകെട്ടുന്നു, ഭാരതം ജീവിക്കുന്നു. നമ്മൾ അഭിമാനിക്കേണ്ടവരോ അവകാശബോധം ഉണ്ടാകേണ്ടവരോ ഏതാ വേണ്ടത്? ലോകത്തിന് നാളെ നൽകുവാനുള്ള മഹത്തായ സന്ദേശങ്ങൾ ഇപ്പോഴും വലിയ ബൃഹത്തായ ഭണ്ഡാകാരത്തിൽ സൂക്ഷിക്കുന്ന ഭാരതീയന്റെ ധാർമ്മികമായ സംസ്കാരവും അനുഷ്ഠാനവും ആചാരവും ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനെക്കുറിച്ചുള്ള അറിവാർജിക്കുക എന്നതാണ്. ആ അറിവിൽ നിന്ന് അഭിമാനം ഉണ്ടാവട്ടെ. ആ അഭിമാനത്തിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിൽ തലയെടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ഭാവി ഭാരതം ഉണ്ടാകാൻ, ആ ഭാവി ഭാരതത്തെ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ അഭിമാനമുള്ള ഹൈന്ദവ ജനത, അഭിമാനമുള്ള ഭാരതീയൻ, ആ അഭിമാനം സൃഷ്ടിക്കുവാൻ സ്വന്തം ധർമ്മത്തോട്, സ്വന്തം സംസ്കാരത്തോട്, സ്വന്തം രാഷ്ട്രത്തോട് അഭിമാനമുള്ള, ആത്മബോധമുള്ള, ലോകത്തിന്റെ വഴികാട്ടിയാവാൻ കഴിയുന്ന ആചാര്യ സ്ഥാനത്തേക്ക്, ഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തെ നയിക്കുവാൻ, ഈ ദേശീയതയുടെ ബിംബങ്ങളെ, സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബൃഹത്തായ ധർമ്മം, ഉത്തരവാദിത്വം, പ്രതിജ്ഞയെടുക്കാൻ ഈ സന്ദർഭം നിങ്ങൾക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.